ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഇവിടെ മരം മുറിക്കാൻ തുടങ്ങി. ഫാമിൻ്റെ അല്ല, അന്നാണ് ബിൽഡിങ്ങിൻ്റെ നേരെ മുമ്പിലുള്ള എല്ലാ മരങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ മുറിക്കാൻ പോവുകയാണ്. സ്ഥലം ഇനി കാണാൻ നല്ല മാറ്റമായിരിക്കും. മുറിച്ചു, ഒരുവിധം കുറേയെല്ലാം മരം മുറിച്ചു. ഇനി നീണ്ട തർക്കത്തിനുള്ളിൽ തൈ 1, തൈ 2, തൈ 3 മൂന്നെണ്ണം ഇവിടുന്ന് പോകണം. ഇത് മൊത്തം ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ ഇതെല്ലാം കുറച്ചും കൂടി വെളുപ്പ് വരും. വെളുപ്പും വരും, വെയിലും കൂടും. അപ്പോൾ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്ന് ചെയ്യാനുള്ളത്. അതൊക്കെ 1 by 1 ആയി തീർക്കട്ടെ. വീടിൻ്റെ നേരെ മുന്നിലുള്ള മരം മുറിച്ച് കളയാൻ പോവുകയാണ്. നല്ല മെയ് മാസം നല്ല ചുവന്ന് പരവതാനി പോലെ ഉണ്ടാകുന്ന സ്ഥലമാണ് ഇവിടെ മുഴുവൻ. അവിടെ ഇപ്പുറത്ത് മൊത്തം ക്ലീനാക്കി. ഇനി അടുത്തത് ഇതും കൂടി പോയി കഴിഞ്ഞാൽ മൊത്തം ഒരു ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പണികളിങ്ങനെ നടന്നുകൊടുക്കുകയാണ്. KSBക്കാർ വന്നിട്ടുണ്ട് ലൈൻ അഴിച്ചു വിടാൻ വേണ്ടിയിട്ട്. ലൈൻ അഴിച്ചു വിട്ട് അതിനുശേഷം ഇത് തറച്ച് താഴെ ഇടണം. ഭയങ്കര ഭീഷണിയാട്ടോ, മരം മുറിച്ചിട്ട് കളയുന്നൊന്നും പറയരുത്. ഇത് ഈ സൈഡിലുള്ളതാണ്. അപ്പോൾ ഏത് സമയം അത് പൊരിഞ്ഞു വീണു കഴിഞ്ഞാൽ 3 പോസ്റ്റ് പൊട്ടും. ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കളയുന്നത് കേട്ടോ, അല്ലാതെ മരം നശിപ്പിക്കുന്നതല്ല. ഇത് ചെരിഞ്ഞ് വീഴാൻ പറ്റുന്ന ഒരു അവസ്ഥയിലുള്ളത്. മരമൊക്കെ മുറിച്ച് അടിപൊളിയായി, നല്ല വെളിച്ചം വന്ന്. അതിൻ്റെ കൂടെ ഒരു പോസ്റ്റും പോയി കിട്ടിയിട്ടുണ്ട്, പുതിയ പോസ്റ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഫുള്ളാക്കിയിട്ടില്ല, അതുകൊണ്ട് അപ്ലോഡും ചെയ്തിട്ടില്ല. ഇന്നലെ മരം മുറിക്കുന്നതിനിടയിൽ നമ്മൾ ഒരു പോസ്റ്റ് പൊട്ടി. അത് കഴിഞ്ഞ് പുതിയ പോസ്റ്റൊക്കെ ഇടുമ്പോഴൊക്കെ രാത്രിയായി. അതിൻ്റെ പുറകിലായിപ്പോയി ഇവിടെ റയാനും അനുവും തമ്മിൽ യുദ്ധം നടക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. എന്നാൽ ഇന്നത്തെ പരിപാടി ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞത് 2 കൃഷിഭവൻ ഫാം വിസിറ്റിന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അവർ ഏകദേശം എത്തുക. അപ്പോൾ രാവിലെ നമ്മൾ ഇന്നലെ പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട്, ഓല. ഇതിൻ്റെ ഒരുത്തനുണ്ട് ഇലക്ട്രിക് iCube. അത് കഴിഞ്ഞ ദിവസം കെട്ടി വലിച്ചിട്ട് കൊണ്ടുപോയി. 4ാമത്തെ തവണയാന്ന് തോന്നുന്നു. പിന്നെ കംപ്ലൈൻ്റ് ആയിട്ട് iCube വീണ്ടും സർവീസിന് പോയിട്ടുള്ളത്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞ ദിവസം സർവീസിന് കൊണ്ടുപോയിട്ട് ഇവിടുന്ന് റോഡ് അസിസ്റ്റൻസിൽ കെട്ടിവലിച്ച് കൊണ്ടുപോയിട്ട് അവിടുന്ന് നന്നാക്കിയിട്ട് തിരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ശരത്തിന് ചാലോടെത്തിയപ്പോൾ ഷോക്ക് അടിക്കുന്നു. ബ്രേക്ക് പിടിക്കുമ്പോൾ ഷോക്ക് അടിച്ചിട്ട് ആദ്യം റോഡ് സൈഡിനിട്ട് വേണമെങ്കിൽ എടുത്ത് കൊണ്ടുപോയിക്കോന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഓനിങ്ങോട്ട് വന്നു. അതിന് ശേഷം വന്നതാണ് ഓലൻ്റെ നമ്മൾ ആദ്യം ഒന്ന് അന്വേഷിക്കുന്ന സമയത്ത് ആ ഷോറൂം പോയവരെല്ലാവരും കുറ്റാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം നമുക്ക് ആഴ്ചയിൽ ഓല കംപ്ലൈൻ്റ് ആവും, കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് iCube കംപ്ലൈൻ്റ് ആവും. അങ്ങനെ കംപ്ലൈൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല, കാണാൻ നല്ല സുഖമുണ്ട്.
ഫുൾ ചാർജിൽ ഇപ്പോൾ ഉള്ളത് 100 എത്രയാടാ 100 എത്രയായത് 169. ഇപ്പം റേഞ്ച് കാണിക്കുന്നതിന് 179. 169 റേഞ്ചാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇവന് രാവിലെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി പോയിരിക്കണം. അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഇങ്ങനെ നല്ല അമ്പലത്തിൽ പോക്ക്, എന്നാലും അമ്പലത്തിന് രാവിലെ പോകണം. പിന്നെ നമ്മൾ മരം മുറിച്ചിട്ടെല്ലാം കാണിക്കണ്ടേ? കാണിച്ചു തരാം. മൊത്തം വെളുപ്പിച്ചിട്ടുണ്ട്. മേലോട്ട് കാണിച്ചേ. ഇവിടെയായിരുന്നു മരം ഉണ്ടായിരുന്നത്, എല്ലാം പോയി. ഇന്നലത്തെ ഈ വീഡിയോൻ്റെ തന്നെ പകുതിയിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് മരത്തിൻ്റെത്. പോസ്റ്റ് പൊട്ടി, പോസ്റ്റ് മാറ്റിയിട്ടുണ്ട്. ഈ മര പോയത്. ഇനി ഇതിൻ്റെ ബാക്കി മുറിക്കാനുണ്ട്. പൊട്ടിയ പോസ്റ്റ് എടുത്തിട്ട് സാധാരണ നമ്മളെല്ലാവരും ആക്കുന്ന പോലെ തന്നെ ഇതെടുത്തിട്ട് പാലാക്കണം. ഇനി 2 പോസ്റ്റ്, ഒന്ന് അപ്പുറത്തും ഒന്ന് ഇപ്പുറത്തും ഉണ്ട്. പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് ഒന്ന് ഇന്ന് മുതൽ തറക്ക് താഴെ ബെൽറ്റ് വാർക്കുന്നതിന് മുമ്പുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ വിക്രത്തിന് അങ്ങനെ ഇങ്ങനെ മൊബൈലും പിടിച്ചിട്ട് ബാക്കിൽ നടക്കാൻ കിട്ടില്ല. ഇന്ന് മാക്സിമം മുതലെടുക്കണം. വാ വിക്രം, കാണിച്ചു കൊടുക്കാലോ. അതിൻ്റെ മേലെ കയറി എന്നാലും ശരിക്കും നമ്മൾ കാണും നമ്മളെ ഫാം, വീട്, പുതിയ ബിൽഡിങ് എല്ലാം കൂടി ഇങ്ങനെ സിംഗിൾ വ്യൂ. അപ്പോൾ ഇന്ന് അവർ കല്ല് കിട്ടുന്നുണ്ട്. ഒരു വരി കല്ല് വെച്ചതിന് ശേഷം ബെൽറ്റ് വാർത്തിട്ടാണ് ബാക്കി പരിപാടികൾ. ഇവിടെ മൊത്തം വെളുത്തു. ആദ്യം നല്ല മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മരം നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ മരം മുറിച്ചെന്ന് പറയും. അതല്ല ഏറ്റവും വലിയ സങ്കടം. അച്ഛനാ എങ്ങനെയല്ലോ കൺവിൻസ് ചെയ്ത് 3 തെങ്ങും മുറിച്ചിട്ടുണ്ട്. പകരം ഞാൻ തെങ്ങ് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അടുത്ത ദിവസം തന്നെ. പക്ഷെ ഇപ്പോൾ വാങ്ങിയാൽ മഴേന് കിട്ടിയിട്ടില്ലെങ്കിൽ നശിച്ചു പോകുന്നതുകൊണ്ടാണ് ഇപ്പം തന്നെ പെട്ടെന്ന് വാങ്ങാത്തത്. മഴ കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ വാങ്ങും ഇപ്പം തന്നെ. പിന്നെ വേറെന്താ, ഇവിടെയൊക്കെ പുതിയ കുറച്ച് കാര്യങ്ങൾ വരും. എന്തായാലും മരം കളയൊന്നുമില്ല വെറുതെ. പിന്നെ ആവശ്യമില്ലാത്ത മരങ്ങളായിരുന്നു, അങ്ങനെ നല്ല ഗുണങ്ങളുള്ള മരങ്ങളൊന്നുമല്ല. ചോലയും അതുകൊണ്ട് എന്താ പറയുക, പിന്നെ അതിൻ്റെ ചുറ്റുപാടൊന്നും വളരാൻ പറ്റാത്ത പൂമരമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ പൂമരമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ഒരു മരങ്ങളും വലുതാവില്ല. അപ്പോൾ അതിൽ നല്ല ഒരു മരം പോയാൽ കുറേ മരം വേറെ വെക്കുന്നതല്ലേ. പിന്നെ അത് ഭീഷണിയാണ് കേട്ടോ. എപ്പോഴെങ്കിലും പൊരിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാകുന്നത് കളഞ്ഞത്. അതിനിപ്പോൾ പേടിക്കാണ്ട് പറയാനൊക്കെ ഓടി വരും. അത് കഴിഞ്ഞാൽ വണ്ടികൾ പാർക്ക് ചെയ്യും ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും പൊരിഞ്ഞ് മഴ. ഇപ്പം നല്ല പച്ച കളറ് നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇലയൊക്കെ ഉണ്ടായിരുന്നു. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ഒരു എന്താ പറയുക, ഉണങ്ങിയിട്ട് എപ്പോഴാണ് താഴെ വലിയ വലിയ പീസാണ് താഴെ വീഴുന്നത്. അതുകൊണ്ട് മുറിച്ച് കളഞ്ഞതാണ്. പിന്നെ കുറച്ച് ഭംഗിയാക്കാനും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെ. ഇനി ഒന്ന് അമ്പലത്തിൽ പോവും, വണ്ടി പൂജിക്കും. അത് കഴിഞ്ഞിട്ട് ഫാം വിസിറ്റിന് വരുന്നതിൻ്റെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അതും കാണിച്ചു തരാം. ഓക്കെ.